ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അതായത് മുൻപത്തെ പോലുള്ള ഒരു കോൾ ഇല്ല, അതല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇല്ല, അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത്. നമുക്കിവിടെ 3 of Wands എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അവരുടെ ഭാവിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെക്കാളും ഈ ഒരു സമയത്ത് ഭാവി, അതുപോലെ തന്നെ ഇവരുടെ കരിയർ, അതുപോലെ തന്നെ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു അവസരം ഈ ഒരു സമയത്ത് വന്നിരിക്കാം. അതായത് വിദേശത്ത് എവിടെയെങ്കിലും പുതിയ ഒരു ജോലി ഓഫർ വന്നിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ദിശ മാറി പുതിയൊരു ദിശയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ അനുഭവിച്ചറിയണം, അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു വ്യക്തി ഇരിക്കുന്ന എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 7 of Cups എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് ഓപ്ഷൻ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ടാണ്. ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അവരുടെ എനർജി തരുവാൻ അവർ ഈ ഒരു സമയത്ത് തയ്യാറല്ല. എന്തൊക്കെയോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു വ്യക്തി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആള് ഇപ്പോൾ ചിന്തിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നുള്ളൊരു രീതിയിലൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആള് നല്ല രീതിയിൽ എങ്ങനെ സമ്പാദിച്ച് മുന്നേറാം, ജീവിതം എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, ആ ഒരു രീതിയിൽ ഇപ്പോൾ ചിന്തിച്ച് ആള് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. മറ്റുള്ള ഒരു അതായത് ഈ ഒരു സമയത്ത് ആള് അതായത് നിങ്ങളോട്ടൊരു എനർജി തിരിക്കുവാൻ ഇപ്പോൾ തയ്യാറല്ല. ആളിൻ്റെ സന്തോഷകരമായ ജീവിതം, അതുപോലെ തന്നെ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത്. വീണ്ടും നമുക്കിവിടെ കിട്ടുന്നത് 8 of Wands എനർജിയാണ്. അതായത് ഇത് യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു യാത്ര, അതായത് പെട്ടെന്നൊരു യാത്ര ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർക്ക് എന്തെങ്കിലും പുതിയ ജോലി ലഭിച്ചിരിക്കാം. ആ ഒരു കാര്യം ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നല്ലൊരു അവസരം ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒരു യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7 of Swords എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാത്തൊരു ബന്ധമായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു അതായത് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഫാമിലി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാത്ത ബന്ധമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഇനി ഇതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുവാൻ സാധ്യതയുണ്ട്. അത് ഈ ഒരു വ്യക്തിയെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പതുക്കെ മുന്നോട്ട് പോകണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ബന്ധമായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇടുന്നത് എന്നുള്ളത്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. 3 of Swords എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം മാനസികമായിട്ട് വേദന
വൈകാരിക വേദന അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് നിങ്ങൾ വിശ്വസിച്ച ഒരു വ്യക്തി, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത ഒരു വ്യക്തി, ഈ ഒരു എനർജി ഒക്കെയാണ് കാണിക്കുന്നത്. ആൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇടുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഫൂള് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി പുതിയൊരു തുടക്കം തേടി ഈ ഒരു വ്യക്തി പോകുന്നു. ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഈ ഒരു വ്യക്തി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നു. ഈ ഒരു വ്യക്തിക്ക് മാത്രം എനർജി കൊടുക്കുന്നു. അതായത് ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഇട്ട ശേഷം അവർ വീണ്ടും തിരിച്ച് നിങ്ങൾക്കരികിലേക്ക് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ എനർജി കൊടുക്കാതിരിക്കുക. പകരം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് നമുക്കിവിടെ ഈ ഒരു പേജ് വൺസും പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അവർ എന്തെടുക്കുന്നു എന്നുള്ളൊരു രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇനി അത് വേണ്ട. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആയിരിക്കണമെന്നില്ല. അതായത് അത് നിങ്ങൾക്കൊരു ഗ്രോത്തും കൊണ്ടുവരുന്ന ഒരു വ്യക്തികളായിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് തരാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. അവിടെ നിന്ന് നിങ്ങൾ പതുക്കെ പിന്മാറുക. അതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമോ. അതായത് ഇനി ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അവർ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാനായിട്ട് ശ്രമിക്കേണ്ട. പതുക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുക. അതായത് ആ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തോട്ട് പോയി അത് നിങ്ങളെ അവിടെ മാറ്റി നിർത്തിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പുറകെ നിങ്ങൾ ഇനി പോകേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഈ ഒരു ബന്ധത്തിൽ നിന്നും പതുക്കെ പിന്നിലോട്ട് പോവുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാനായിട്ടുള്ള കാരണവും. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.